ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു, ചിക്കൻ മസാലയുടെ റെസിപ്പി. എങ്ങനെയാണ് ശരിക്കും ഒരു തനി നാടനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ആ ചിക്കൻ കറി കഴിച്ചാൽ നമുക്ക് കഴിച്ചു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ചിക്കൻ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക, വേറെ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നല്ല കുറുകി വരുന്ന രീതിയിലുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുക, അതിന് ഉപയോഗിച്ച മസാല എന്താണെന്നൊക്കെ ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ലൈവ് കുക്കിംഗ് ഹസ്ബൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കുക്ക് ചെയ്യുന്നത് ചിക്കൻ കറി. അപ്പം ഇതായിരുന്നു ആ വീഡിയോയുടെ ഞങ്ങൾ വെച്ചിരുന്ന ചിക്കൻ കറി ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു അപ്പോൾ ആ മസാലയുടെ റെസിപ്പി ഒന്ന് ഇടാമോ എന്ന്. അപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു, കാരണം ഞാൻ ഉപയോഗിക്കുന്ന ചിക്കൻ മസാല അന്നേരം തീർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് തീർന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ എന്തായാലും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന്. ഇത് വളരെ മണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിക്കൻ മസാല മാത്രം മതി, വേറെ ഒരു മസാല നിങ്ങൾ ഇടണ്ട. ഈ ഒരു മസാലയുടെ സ്മെല്ലെന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സ്മെല്ലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെയൊന്നും അല്ല ചെയ്യുക കേട്ടോ, ഞാൻ അല്ലാതെ പെട്ടെന്നാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന അളവ് ഈ 2 സ്പൂണിലായിരിക്കും. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ്, 1 ടീസ്പൂണാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ ഒരു അളവിലാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എത്ര ഗ്രാമാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ടേബിൾ സ്പൂണാണ്. നമ്മൾ സാധാരണ ഈ നൈഫ് ഫോർക്കിനൊക്കെ ഉപയോഗിക്കുന്ന വലിപ്പമുള്ള ടേബിൾ സ്പൂൺ. ടീസ്പൂൺ എന്നുള്ളത് നമ്മൾ ചായയിൽ പഞ്ചസാര ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുഞ്ഞ് സ്പൂൺ. അപ്പോൾ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് പെരുംജീരകമാണ്. പെരുംജീരകം ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണാണ്. പെരുംജീരകത്തിൻ്റെ ഫ്ലേവറാണ് സത്യത്തിൽ ചിക്കനിൽ കുറച്ച് മുന്നേ നിൽക്കുന്നത്. പിന്നെ ഈ ചിക്കൻ മസാല പല ആൾക്കാരും പല രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് എൻ്റെ വേർഷൻ ഇങ്ങനെയാണ്. ഇത് നല്ലൊരു സ്വാദും നല്ല മണമാണ് അതിനുപരി. അപ്പോൾ ഇതാ ഞാൻ 3 ടേബിൾ സ്പൂണോളമുള്ള പെരുംജീരകത്തിന് 2 ടേബിൾ സ്പൂണോളമുള്ള മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കണം. ചിലർ ചോദിക്കാറുണ്ട് മല്ലിപ്പൊടി പകരം എടുക്കാവോന്ന്. അത് കറക്റ്റായി വരത്തില്ല, എപ്പോഴും മുഴുവനായിട്ട് തന്നെ എടുക്കണം. പിന്നെ ചേർക്കുന്നത് ഇതാ ഒരു 1.5 ടേബിൾ സ്പൂണോളമുള്ള കുരുമുളക്. അതും ഞാൻ മുഴുവൻ കുരുമുളക് തന്നെയാണ് എടുക്കുന്നത്, പൊടിയല്ല കേട്ടോ. ഇനി അടുത്തത് ചേർക്കുന്നത് ഏലക്കയാണ്. ഏലക്ക ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർക്കുന്നത്. ഏലക്കയുടെ മണം ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊരു 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇനി അടുത്തത് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളമുള്ള ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയുന്ന ആ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഞാൻ അടുത്തത് ചേർക്കുന്നത് തക്കോലം ഇതുപോലെ 2 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. അത് 1 2 അത്രയും മതി, കൂടണ്ട. പിന്നെ ഇതുപോലെ സ്പൈസസ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ നോക്കുക. പിന്നെ ഞാൻ ബേ ലീഫ് എന്നാണ് ഇതിനെ പറയുക, അല്ലെങ്കിൽ കറുവപ്പട്ട എന്നൊക്കെ പറയും, എനിക്കറിയില്ല, നിങ്ങൾ ഓരോ നാട്ടിൽ ഓരോ പോലെയാണ് അതിനെ പറയുക. ബേ ലീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ എടുക്കുന്നത് ഉണക്കമുളക്, വറ്റൽമുളകാണ്. അതൊരു 12-15 എണ്ണം നമുക്ക് എടുക്കാം. ഇനി അടുത്തത് ചേർക്കുന്നത് ജാതിപത്രി എന്ന് പറഞ്ഞിട്ടൊക്കെ കിട്ടില്ലേ നാട്ടിൽ, അതാണ്. അത് ഒരെണ്ണയും ഞാൻ എടുത്തിട്ടുള്ളൂ, അത്യാവശ്യം വലിപ്പമുള്ള ഒരെണ്ണം. പിന്നെ നമ്മുടെ കറുവാപ്പട്ട അല്ലെങ്കിൽ പട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പീസും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഗ്രാമ്പൂ ആണ്. ഗ്രാമ്പൂ ഒത്തിരി എടുക്കേണ്ട കാര്യമില്ല, ഒരു 3/4 ടീസ്പൂണോളമുള്ള ഗ്രാമ്പൂ എടുത്താൽ മതി. ഈ ഗ്രാമ്പൂ കൂടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക ഒരു കുത്തും ചെറിയൊരു കയ്പൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്രാമ്പൂ വളരെ കുറച്ച് 3/4 ടേബിൾ സ്പൂണോളം എടുക്കാം. ഇനി അടുത്ത് ചേർക്കുന്നത് കറിവേപ്പില ചേർക്കണം, എന്നാലാണ് നമുക്ക് നമ്മുടെ ഇതിനൊരു പൂർണ്ണത കിട്ടത്തുള്ളൂ. ഈ ഗരം മസാലയ്ക്ക് കറിവേപ്പില അത്യാവശ്യമാണ്. അത് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കിയത് ചേർത്തിട്ടുണ്ട്. ഉണക്കിന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഡ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളമുള്ള ഉലുവ. അത് മുഴുവൻ ഉലുവ തന്നെയാണ്. ഇതൊന്നും പൊടികൾ ഉപയോഗിക്കരുത് കേട്ടോ, എല്ലാം മുഴുവനോട് കൂടിയുള്ളത് ഇടണം. ഇനി അടുത്തത് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂണോളമുള്ള അരി. അത് നമുക്ക് മട്ടരി ആവാം, അല്ലെങ്കിൽ പച്ചരി ആവാം, ബസ്മതി റൈസ് ആവാം, എന്ത് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. അതൊരു ടീസ്പൂൺ മുതൽ ഒരു 1.5 ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മസാലകൾ. ഞാൻ കുറച്ചൊന്ന് അടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ മുഴുവൻ മസാലകൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്പൈസസ് എടുക്കാൻ നോക്കുക. ഒത്തിരി നാൾ പഴക്കം ചെന്ന സ്പൈസസ് ഒന്നും എടുത്തേക്കരുത് നമ്മൾ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഞാൻ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഈ ചൂടാക്കിയതിന് ശേഷം, ചൂടായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മളിതൊരു മീഡിയം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വറുക്കുന്നത് ഒത്തിരിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോന്നും വറുത്തെടുക്കണം. ആദ്യം ഉണക്കമുളക് ഇട്ട് വറുത്ത് മാറ്റി വെച്ച് പിന്നെ അങ്ങനെ ഓരോന്നിട്ട് വറക്കണം.
പിന്നെ ഇതിപ്പോൾ വളരെ കുറച്ചൊക്കെയാണ് ഒരാഴ്ചയ്ക്കുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടത്തോടെ ഒന്ന് വറുത്തിട്ട് എടുക്കോ, അല്ലെങ്കിൽ പിന്നെ വറുക്കാതെയും നിങ്ങൾക്ക് പൊടിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഒരാഴ്ച വരെയൊക്കെ വറുക്കാതെ നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ ഫ്ലേവർ നമുക്ക് കിട്ടാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇത് പാത്രം ചൂടായി വന്നു. ഞാൻ മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ചേർത്തിട്ടുള്ളത് ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലും. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഒരു മിനിറ്റൊക്കെ മതിയാവും. ഒത്തിരി നേരമൊന്നും നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒരു കറിവേപ്പിലൊക്കെ ഒന്ന് പൊടിയുന്ന ഒരു പരുവം അത്രയും മതി. പിന്നെ ഈ ഒരു ഉണക്കമുളകിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മളതൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂട് കാരണം നമുക്ക് പിടിക്കാൻ പറ്റരുത്. അതാണ് അതിൻ്റെ ഒരു പരുവം. കാരണം പൊടിഞ്ഞു പോകരുത് കേട്ടോ. ഒത്തിരി പൊടിഞ്ഞു പോയാലും ഇത് കൊള്ളത്തില്ല നമ്മുടെ ഈ ഉണക്കമുളക്. അപ്പോൾ നമ്മളൊന്ന് കയ്യിലെടുത്ത് നോക്കുക. കയ്യിലെടുത്ത് നോക്കി കഴിഞ്ഞിട്ട് അത് നമുക്ക് കയ്യിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിട്ടില്ല എന്നർത്ഥം. അല്ലെങ്കിൽ പിന്നെ കയ്യിലൊന്ന് എടുത്ത് നോക്കി. ഇപ്പം ഞാനൊന്ന് എടുത്ത് നോക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചൊന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനതൊന്ന് എടുത്ത് നോക്കാട്ടെ. കണ്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതൊന്ന് മാറ്റാം, ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ അത് രണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട്. ഇനി അടുത്തത് ഞാൻ ഇടാൻ പോകുന്നത് പട്ട, ജാതിപത്രി, ബേ ലീഫ്, തക്കോലം. അപ്പോൾ ഇത്രയൊക്കെയോ ഞാനിത് ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. നമുക്കത് കാരണം ഇത് എന്തുകൊണ്ടാണെന്നറിയോ നമ്മളെല്ലാം ഒരുമിച്ച് ചെയ്യാത്തത്? ഇതിന് പല വേവാണ്. ചിലത് പെട്ടെന്ന് കരിഞ്ഞു പോവും, ചിലതിന് കുറച്ച് നേരം മതി. അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മളിത് തന്നെ വറുത്തെടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഇതുപോലത്തെ സ്പൈസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചെറിയൊരു ഓയിലുണ്ട്. അപ്പോൾ ആ ഓയിൽ റിലീസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ചൂടാക്കുന്നത്. കുറേ പേര് ചോദിക്കാറുണ്ട് എന്തിനാണ് നമ്മളിത് ചൂടാക്കിയിട്ടാണോ പൊടിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു റീസണാണ് ഒന്ന്, നമുക്ക് ഇതിനകത്തുള്ള ഓയിലുകളൊക്കെ റിലീസ് ചെയ്ത് ആ സ്മെല്ലും ഫ്ലേവറും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് പൊടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഫ്ലേവർ കിട്ടത്തുള്ളൂ. പിന്നെ വേറെ ഒന്ന്, നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിൽ അതിനും കൂടെ നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി നാൾ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 6 മാസം വരെയൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഈ ചിക്കൻ മസാല. അപ്പോൾ അതിന് വേണ്ടി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ ഒരു ഷെൽഫ് കുറച്ച് ഡാർക്കായിട്ടുള്ള പ്ലേസിൽ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഷെൽഫിനകത്തൊക്കെ നമുക്ക് വെക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാതെ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാത്ത മസാലപ്പൊടികൾ പോവും ചെയ്യും കേട്ടോ. അങ്ങനെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ബൾക്കായിട്ട് ഉണ്ടാക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഇവിടെ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് 1 മിനിറ്റൊക്കെ മാക്സിമം വറുത്താൽ മതി. 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ. അപ്പോൾ നമുക്കതൊന്ന് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും, ഒന്ന് പൊട്ടിച്ചൊക്കെ പെട്ടെന്ന് പൊട്ടിക്കാനൊക്കെ പറ്റും. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഞാൻ ഇടാൻ പോകുന്നത് ഏലക്കയാണ് കേട്ടോ. ഏലക്ക ഞാനിത് വാഗമണി പോയപ്പോൾ, കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള ഏലക്കയാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക മണമാണ് ഈ ഏലക്കയ്ക്ക്. ഇതിപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ഏലക്ക കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ആ വാഗമണി പോകുന്ന വഴിയിൽ ഇങ്ങനെ വിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് മടിച്ചിട്ടാണ് മേടിച്ചത്. ഇത് നല്ലതായിരിക്കുമോ എന്ന് ഓർത്തിട്ട്. നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും മേടിച്ചത് ഉപകാരപ്പെട്ടു. കാരണം നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ ഇതുകൊണ്ടൊക്കെ ഒരു ചായ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരു ഏലക്ക ഇട്ടാൽ മതിയാവും. അതിന് ചായ എന്ന് പറയുന്നത് ഒരു 1.5 ചായയാണ്. അത്രയും രുചിയാണ്. അപ്പോൾ ഏലക്കും ഞാൻ ഇതുപോലെ ഒരു 1 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഞാൻ ബാക്കിയുള്ള എല്ലാ, അതായത് കുരുമുളക്, ഗ്രാമ്പൂ, പെരുംജീരകം, ജീരകം, അരി, മല്ലി, ഇതെല്ലാം ഞാൻ ഇനി ഒരുമിച്ചാണ് ഇടുന്നത്. കാരണം ഇത് ഒത്തിരി ഒന്നുമില്ല, ബൾക്കെന്ന് പറയാനൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. അതിന് 1 മിനിറ്റ് 1.5 മിനിറ്റോളം ഞാൻ എടുത്തു കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവണം. നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇളക്കാതെ കുറച്ച് ഗ്യാപ്പ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ പതുക്കെ കരിയാനൊക്കെ തുടങ്ങും. അന്നേരം നമ്മുടെ ഈ ഒരു ഗരം മസാല അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ മസാല പതുക്കെ ഒന്ന് പുകാളി ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മസാല മാത്രമല്ല ചീത്തയാവുന്നത്, നമ്മുടെ ചിക്കൻ കറിയും കൂടെ അങ്ങ് ചീത്തയായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം. ഈ ഒരു ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടി വന്ന 10 മിനിറ്റ് അത്രേ സമയം എടുക്കത്തുള്ളൂ. എല്ലാം കൂടെ ഞാൻ പറഞ്ഞത് ചൂടാറാനും പൊടിക്കാനും ഒക്കെ. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് ഇതിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5-6 മാസത്തേക്കുള്ള നമ്മുടെ ഗരം മസാല റെഡിയാണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വരാം.
ഇതപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.25 മിനിറ്റ് ഇല്ല, അതിന് താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ അതും അവിടെ ഞാൻ അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊരു പാത്രത്തിൽ, ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഗരം മസാല പൊടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എപ്പോഴും പൊടിക്കേണ്ടത് മിക്സിയുടെ ചെറിയ ജാറിലാണ്. ചെറിയ ജാറിൽ പൊടിക്കുമ്പോഴാണ് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അതിപ്പോൾ 2 ബാച്ചായിട്ടൊന്ന് ഇട്ടാൽ മാത്രം മതിയോ, അല്ലെങ്കിൽ 2ഓ 3ഓ. ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാലകളൊക്കെ നല്ലതുപോലെ തന്നെ എന്താ പറയുക ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാനൊന്ന് ചെറുതായിട്ട് ഇലയൊക്കെ ഒന്ന് പൊട്ടിച്ചൊക്കെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ലതുപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാനിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്ത് വരുന്നത്. നമ്മൾ മിക്സിയുടെ വലിയ ജാറിൽ ഇതൊന്ന് ഒന്ന് പൊടിച്ചെടുത്ത് വരുമ്പോഴത്തേക്കും അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കെടുക്കും. അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചെറിയ ജാറിൽ ചെയ്യാം. ഞാൻ കുറച്ച് ഞാൻ ഇങ്ങനെ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട്, ബാക്കിയൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അടിച്ചുകൊണ്ട് വരണം. പക്ഷേ അതിന് മുന്നേ നമുക്കിതിനകത്ത് 2 കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളമുള്ള കശ്മീരി ചില്ലി പൗഡർ. ഇത് എരിവിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ചേർക്കുന്നത്, നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഗരം മസാലയ്ക്ക് ഒരു പ്രത്യേക ഒരു ചുമപ്പ് കളറൊക്കെ അല്ലേ. അപ്പോൾ ആ കളറിനോട് ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലത്തെ കശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിരിയൻ മുളക്, കശ്മീരി മുളക് അല്ലെങ്കിൽ പിരിയൻ മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സാധാരണ വറ്റൽ മുളക് ആയതുകൊണ്ടാണ് ഞാൻ ഈ കശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. നമ്മൾ അടുത്ത ബാച്ചിലും ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ആദ്യത്തെ ബാച്ച് റെഡിയാണ്. നല്ല മണമാണ് കേട്ടോ. ഇത് ഞാൻ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മോനൊക്കെ വന്ന് ചോദിച്ചായിരുന്നു ഇന്ന് ചിക്കൻ കറി ആണോ എന്ന്. അത്രയും നല്ല, ശരിക്കും ചിക്കൻ കറി വെച്ച സ്മെല്ല് തന്നെയാണ്. നമുക്ക് 2 വീടപ്പുറം വരെ ഇതിൻ്റെ മണം പോവും, അത്രയും സ്മെല്ലാണ്. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ചിലുള്ള പൊടിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പൊടി ഒന്ന് അരിച്ചിട്ട് നമുക്ക് കുപ്പിയിലോട്ട് ആക്കാം, അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. ഒരു നിർബന്ധമില്ല, ഞാനങ്ങനെ അരിക്കാറൊന്നുമില്ല. ഇനിയിപ്പോൾ അരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പയിൽ അരിച്ച് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കൊരു കുപ്പിക്കകത്ത് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇനി ബാക്കി 2ാമത്തെ സെറ്റും കൂടെ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണിന് താഴെ മതിയാവും, കാരണം ഇത് ഒത്തിരി ഇല്ല, പകുതി എന്ന് പറയാനൊക്കത്തില്ല, ഒരു 1/4 ഭാഗമേ ഉള്ളൂ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളമുള്ള അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണിന് താഴെയുള്ള കശ്മീരി ചില്ലി പൗഡറും ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ 2 കളറിൻ്റെ വ്യത്യാസം, 2 കളറാണ്. നമ്മൾ ആദ്യം എടുത്ത പൊടിക്കും 2ാമത്തെ എടുത്ത പൊടിക്കും അതിനെന്ത് പറ്റിയെന്ന് വെച്ചാൽ, ആദ്യം എടുത്ത പൊടിയിലായിരുന്നു അല്ലെങ്കിൽ ആദ്യം എടുത്ത ബാച്ചിലായിരുന്നു കൂടുതൽ വറ്റൽമുളക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ആദ്യത്തെ കുറച്ച് ഡാർക്കായിട്ടും നമ്മുടെ 2ാമത്തെ എടുത്തത് കുറച്ച് ലൈറ്റ് കളറായിട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ അത് സാരാക്കണ്ട, ടേസ്റ്റിനൊരു വ്യത്യാസം വരില്ല. ഇനി നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ സൂപ്പർ നാടൻ, ഒരു പ്രിസർവേറ്റീവും ചേർക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ചേർത്തിട്ടില്ല. കാരണം ഇനിയിപ്പോൾ നമ്മൾ മേടിച്ച സ്പൈസസിലൊക്കെ പ്രിസർവേറ്റീവ്സ് ഉണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വിഷമൊക്കെ അടിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഒരു പ്രിസർവേറ്റീവ് നമ്മൾ ചേർത്തിട്ടില്ല. നല്ല നാടനായിട്ടുള്ള ചിക്കൻ മസാലയാണ്. അപ്പോൾ ഇതിന് എങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടതെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചില്ലും കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ മസാലപ്പൊടികളിലൊക്കെ വീഡിയോയിൽ പറയാറുണ്ട്, നമ്മളെപ്പോഴും ഇതുപോലത്തെ മസാലകൾ, ഫിഷ് മസാല, ചിക്കൻ മസാല, സാമ്പാർ പൊടി, രസപ്പൊടി എന്തും ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ ഇട്ട് വെക്കുന്നത് ചില്ലും കുപ്പിയിലായിരിക്കണം. ആ ചില്ലും കുപ്പിയിൽ ഇട്ട് വെക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് നാളും കൂടെ കൂടുതൽ നിൽക്കുക. നമുക്കൊരു കുറച്ചൊന്ന് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു സമയം ഇപ്പം 4 മാസം എന്ന് നിൽക്കുന്നത് എന്നുള്ളത് ഈ ചില്ലും കുപ്പിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5-6 മാസം വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിതെല്ലാം ഇതിനകത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ പ്രാവശ്യം സ്പൂണൊക്കെ ഇത് നമ്മൾ മസാല എടുക്കുക, നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് മസാല എടുക്കുമ്പോൾ നമ്മൾ സ്പൂൺ നല്ലതുപോലെ ഉണങ്ങിയ സ്പൂണാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ നല്ലതുപോലെ ടൈറ്റായിട്ടൊന്ന് അടച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ ഇത് എടുത്ത് വെക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഷെൽഫിനകത്ത് തന്നെ എടുത്ത് വെക്കാൻ നോക്കുക, ഫ്രിഡ്ജിനകത്തൊന്നും എടുത്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര കൊച്ചു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്കും നമ്മുടെ വീട്ടിൽ ചിക്കൻ മസാല ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ഒത്തിരി എക്സ്പെൻസീവും അല്ല.
നമുക്ക് നമ്മൾ കടയിൽ നിന്ന് ഒക്കെ മേടിക്കുന്നതിലൊക്കെ ഇഷ്ടികപ്പൊടിയൊക്കെയാണ് ചേർക്കുന്നത് കളറിനെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല അത് എത്രമാത്രം സത്യമാണെന്നൊക്കെ. എന്തായാലും ഞങ്ങളിപ്പം ചിക്കൻ മസാല ഒരിക്കലും ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കാറില്ല. ഞങ്ങൾ മീറ്റ് മസാല, ചിക്കൻ മസാല, ഫിഷ് മസാല, സാമ്പാർ പൊടിയൊക്കെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു 10 മിനിറ്റുള്ള സമയം മാത്രം മതി. അപ്പോൾ എല്ലാവരും, പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ മസാലയെക്കാട്ടും ഒരു 100 ഇരട്ടി സ്വാദും മണുമാണ് ഈ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഉടനെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.